أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر وإذا عزمت فتوكل على الله إن الله يحب المتوكلين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ എല്ലായ്പ്പോഴും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് ഹലാലിനെയും ഹറാമിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ, സർവോപരി ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ഈമാനോടുകൂടി വിട പറയാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കരിമ ഷഹാദത്ത്, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കരിമ ഷഹാദത്ത് ചൊല്ലി വിട പറയാൻ അള്ളാഹു നാം ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അള്ളാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. പലരും പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തവരുണ്ട്. പലരും ആശുപത്രികളിൽ രോഗം ബാധിച്ചും വീടകങ്ങളിലും ഒക്കെ കഴിയുന്നവരാണ്. അള്ളാഹു എത്രയും പെട്ടെന്ന് അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ 15-ാം വർഷം മദീനയിൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരു സംഭവ വികാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖാദിസിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പേർഷ്യൻ സാമ്രാജ്യവുമായി ഇസ്ലാമിക ഭരണകൂടം, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക ഭരണകൂടം നിരന്തരം സംഘർഷമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കണം അടുത്ത ചുവടുവെപ്പ് എന്ന് ഏകദേശം 30,000-ഓളം വരുന്ന പടയാളികൾ, തൊട്ടപ്പുറത്ത് നിന്നുള്ളത് പേർഷ്യൻ സാമ്രാജ്യത്തിലെ 100,000-ഓളം വരുന്ന പടയാളികൾ, ഇവരുടെ ചർച്ചകളും സൈനിക നീക്കങ്ങളും ചരിത്രം പറയുന്നത് ഏകദേശം 5 മാസത്തോളം നീണ്ടു നിന്നു എന്നാണ്. ഈ യുദ്ധം ഒഴിവാകാൻ വേണ്ടി നിരന്തരം ചർച്ചകൾ ചെയ്തിട്ടും അതിന്റെ നേട്ടങ്ങളില്ലാത്ത അവസ്ഥയിൽ എന്തുകൊണ്ടാണ് ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ടും ഈ സൈനിക നീക്കത്തിന് അല്ലെങ്കിൽ ഈ ഒരു സംഘത്തിന് വേണ്ടത്ര നേട്ടം കിട്ടാതെ പോകുന്നത് എന്ന് മദീനയിൽ വെച്ച് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്. അവിടെയാണ് ഖാദിസിയ യുദ്ധത്തിന്റെ സേനാനായകനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ലെറ്റർ ലഭിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, എത്രയോ ദിവസങ്ങൾ സഞ്ചരിച്ചിട്ടാവണമായ ലെറ്റർ ഈ സേനാനായകന്റെ കയ്യിലെത്തുന്നത്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ആ ലെറ്ററിൽ എന്താണ് ഉള്ളടക്കം എന്നത് ഈ ഒരു കാലഘട്ടത്തിലും വളരെയേറെ പ്രത്യേകതയുള്ളത് കൊണ്ട് തന്നെ ആ ലെറ്ററിന്റെ ഉള്ളടക്കം ഇപ്രകാരമാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ സേനാനായകനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ അതിന് പിന്തുണ നൽകുന്ന 30,000-ഓളം വരുന്ന ആളുകൾക്കും വേണ്ടി വളരെ വ്യക്തമായ മെസ്സേജ് കൊടുക്കുകയാ, ഇന്നി ആമുറുക വമമ്മഅക മിനൽ ജുനൂദി ബിതഖ്വല്ലാഹ്. മുസ്ലിം സമുദായത്തിന് പടയാളികൾക്ക് എന്തു പറ്റി എന്ന് ചിന്തിക്കുന്നിടത്ത് വളരെ ആശങ്കയോടെ ചിന്തിക്കുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുക, ഇന്നി ആമുറുക വമമ്മഅക മിനൽ ജുനൂദി ബിതഖ്വല്ലാഹ്. എനിക്ക് നിങ്ങളോടൊപ്പമുള്ള പടയാളികളോടും ആദ്യം തന്നെ പറയാനുള്ളത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നാണ്. അലാ കുല്ലി ഹാലിൻ, ഏതവസ്ഥയിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണമെന്നാണ്. യുദ്ധത്തിലെ ഏത് തന്ത്രത്തെക്കാളും ഏറ്റവും അധികം പ്രഹരശേഷി നൽകുന്ന ഒരേ ഒരു ആയുധം മാത്രമേ ഉള്ളൂ, അത് തഖ്വയാണ്. മാത്രമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാ, അഫ്ളലുൽ ഉദ്ദ, നമ്മൾ തിരിച്ചടിക്കുന്ന സൈനിക ശേഷിയുടെ യുദ്ധോപകരണങ്ങളിൽ വെച്ച്
ഏറ്റവും മികച്ച യുദ്ധോപകരണമാണ് നാം നിലനിർത്തുന്ന തഖ്വയെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ സേനാ നായകനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിക്കുകയായില്ല. ഫഇന്നി അമുറുക വമൻ മഅക അശദ്ദു മുഹ്തരിസീന മിനൽ മആസി മിൻകും മിനൽ അദു. എനിക്ക് നിങ്ങളോടും അനുയായികളോടും നിർദ്ദേശിക്കാനുള്ളത്, എന്തെങ്കിലും തെറ്റുകൾ വന്നു പോകുന്നുണ്ടെങ്കിൽ ആ തെറ്റുകളെ കുറിച്ച് ജാഗ്രത പാലിക്കാനാണ്. കാരണം എന്താണെന്നറിയോ? ഇന്നഹാ മിൻകും മിനൽ അദുവ്. അത്തരം തെറ്റുകൾ നിങ്ങൾ അടുത്തുനിന്ന് വരികയാണെങ്കിൽ അത് ശത്രുവിന്റെ കുറ്റത്തെക്കാളും ഏറ്റവും വലുതായിരിക്കും, വളരെ അപകടകരമായിരിക്കും. അത് ശത്രുപക്ഷത്തുള്ള സൈനിക നീക്കങ്ങളോ സന്നാഹങ്ങളോ അല്ല എന്നെ ഭയപ്പെടുത്തുന്നത്, മറിച്ച് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തഖ്വക്കെതിരായ, ധാർമ്മികക്കെതിരായ തെറ്റുള്ള എന്തെങ്കിലും പിഴവുകൾ വന്നു പോകുമോ എന്നതാണ് എന്റെ പേടി എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുക. അല്ല, വഇന്നമാ യൻസുറുൽ മുസ്ലിമീന ബിമഅസിയതി അദുവിഹിം ലില്ലാഹ്. മുസ്ലിങ്ങൾക്ക് ഇന്നേ വരെ ചരിത്രത്തിൽ വിജയമുണ്ടായിട്ടുള്ളത് ശത്രുവിന്റെ ധിക്കാരം കൊണ്ടാണ്, അവരുടെ തെറ്റുകൾ കൊണ്ടാണ്, അവരുടെ പെരുമാറ്റ ദൂഷ്യങ്ങൾ കൊണ്ടാണ്, അവരുടെ ധാർമ്മികതക്ക് നിരക്കാത്ത പ്രവർത്തികൾ കൊണ്ടാണ് ശത്രുക്കൾക്കെതിരെ ഇന്നേ വരെ നമുക്ക് വിജയം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വഇന്നമാ യൻസുറുൽ മുസ്ലിമൂന ബിമഅസിയതി അദുവിഹിം ലില്ലാഹ് വലൗലാ ദാലിക ലം ലകുൽ ലനാ ബിഹിം ഖുവ. അങ്ങനെ ഒരു വിഷയം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ ഭാഗത്താണ് തെറ്റുകൾ വരുന്നതെങ്കിൽ ഒരിക്കലും ഒരു യുദ്ധത്തിലും നമ്മൾ വിജയിക്കില്ല. ചരിത്രത്തിലെ ഏത് യുദ്ധം എടുത്തു നോക്കിയാലും, ഏത് പശ്ചാത്തലം എടുത്തു നോക്കിയാലും, ഏത് വെല്ലുവിളി എടുത്തു നോക്കിയാലും നമ്മുടെ എണ്ണം പരിമിതമായിരിക്കെ, നമ്മുടെ സന്നാഹങ്ങൾ പരിമിതമായിരിക്കെ, ശത്രുപക്ഷത്തുള്ള ആയുധങ്ങളുടെയും അവരുടെ എണ്ണങ്ങളും ഒരുപക്ഷെ ആധിക്യമുള്ളതാവാം. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു 5 മാസം മുസ്ലിം പക്ഷത്തിൽ നിന്നുള്ള ആളുകള് പേർഷ്യൻ സാമ്രാജ്യത്തെ എതിരിടാൻ പോയപ്പോ, ആ യുദ്ധത്തിന്റെ കാലയളവ് ദീർഘിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ആശങ്ക വരികയാ, പേടി വരികയാ. എന്തേ ഇങ്ങനെ കുറച്ച് പിന്നാക്കാവസ്ഥ, യുദ്ധത്തിൽ ഞങ്ങൾ മുന്നേറുന്നില്ലേ? ആ ഒരു പേടി കൊണ്ടാണ് ഇസ്ലാമിക പക്ഷത്തെ നായകനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ എഴുത്തെഴുതുന്നത്. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ധാർമ്മികമായി തെറ്റുപറ്റുന്നുണ്ടോ, തഖ്വയിൽ എന്തെങ്കിലും കുറവ് സംഭവിക്കുന്നുണ്ടോ? എന്നിട്ട് പറയുക, ഇന്നേ വരെ മുസ്ലിങ്ങളുടെ വിജയത്തിന് കാരണമായിട്ടുള്ളത് നമ്മുടെ തഖ്വ കൊണ്ട് മാത്രമാണ്. ശത്രുപക്ഷത്തുള്ള ആയുധങ്ങളുടെ ആധിക്യമോ ആളുകളുടെ നേട്ടമോ അല്ല ഞങ്ങൾ വിജയിക്കാനുള്ള കാരണമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താ ഈ ചരിത്രത്തിൽ നിന്ന് ഈ ഒരു കാലഘട്ടത്ത് ഏറെ പഠിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വഭാവത്തെ പറ്റിയും നമ്മുടെ പെരുമാറ്റത്തെ പറ്റിയും ഒക്കെ നമ്മൾ ആലോചിച്ച് നോക്കുക. നാം നിലനിർത്തുന്ന ധാർമ്മികതയെ പറ്റിയും എത്രമാത്രം മുസ്ലിം സമുദായത്തിൽ ഇന്ന് ഇത്തരം ധാർമ്മികതകൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ് വിശേഷം പറയുന്നത്? നല്ലൊരു പ്രാസംഗികനാണെന്നാണോ, നല്ലൊരു എഴുത്തുകാരൻ എന്നാണോ? അല്ല, മറിച്ച് നല്ലൊരു സ്വഭാവമുള്ള ആളായിരുന്നു എന്നാണ്. താങ്കൾ മികച്ച സ്വഭാവമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കലമിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങ് ലോകത്ത് ഏറ്റവും മികച്ച സ്വഭാവം, ആ സ്വഭാവത്തെ പറ്റിയ നേരത്തെ ഖുത്ബ ഓതുമ്പോ വബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബ് ലം ഫളൂ മിൻ ഹൗലിക് ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് വബിമാ റഹ്മത്തിൻ മിനല്ലാഹ്. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് ലിന്തലഹും അവരോട് വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ പെരുമാറാൻ അങ്ങേക്ക് സാധിക്കുന്നത്. വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബ്, അങ്ങെങ്ങാനും കഠിനനും പരുഷനുമായിരുന്നുവെങ്കിൽ ലം ഫളൂ മിൻ ഹൗലിക, ആളുകള് അങ്ങയിൽ നിന്ന് മാറി നിൽക്കുമായിരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. സഹാബികള് എല്ലാ സമയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെടുന്ന ഓരോ സെക്കൻഡുകളും
ആ പ്രവാചകന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ മാതൃകയും വാക്കാവട്ടെ പ്രവർത്തനമാകട്ടെ പിന്തുടരാൻ വേണ്ടി ഓരോ സെക്കൻഡും ഒന്നിച്ചു ചേരാൻ ആഗ്രഹിക്കുന്നവരാ. എന്തുകൊണ്ടാ? ആ സഹാബികൾക്ക് മറ്റൊരു ജോലി ഇല്ലാത്തത് കൊണ്ടാണോ? അവരുടെ എല്ലാ ജോലി നിർവഹിച്ച് ഓരോ പാർട്ട് ടൈമായിട്ട് പോലും ഓരോ സമയം നിശ്ചയിച്ചിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ പഠിക്കാനും മനപാഠമാക്കാൻ വേണ്ടി സഹാബികൾ നിന്നു എന്ന് പറയുമ്പോൾ ഖുർആൻ ഈ പറഞ്ഞതിന്റെ വ്യക്തത നമുക്ക് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, അല്പ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് ആളുകൾ പാശ്ചാത്യർ പ്രചരിപ്പിച്ച ഒരു വസ്തുതയുണ്ടായിരുന്നു. ഇസ്ലാം പ്രചരിപ്പിച്ചത് വാളുകൊണ്ടാണ്. അതില് ഇസ്ലാമിനെ പറ്റി യൂറോപ്യയിലെ ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ നേരാവണ്ണം പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തവര്, അവിടെയുള്ള ഒരു ഓറിയന്റലിസ്റ്റ് ഒരു പുസ്തകം ഇറക്കി, ഇസ്ലാം പ്രചരണവും പ്രചാരവും എന്നുള്ളത്. അതിൽ ആർണോൾഡ് ടോയൻബി എന്ന് പറയുന്ന ഓറിയന്റലിസ്റ്റ് എഴുതിയത് എന്തുകൊണ്ടാണ് ലോകത്ത് ഇസ്ലാം വ്യാപിച്ചത് എന്ന് നിരന്തര പഠനത്തിനിടയിലും ഗവേഷണത്തിനിടയിലും അദ്ദേഹത്തിന് മനസ്സിലായത് മുസ്ലിങ്ങളുടെ പെരുമാറ്റം കൊണ്ടാണ് ഇസ്ലാം ലോകത്തുടനീളം വ്യാപിച്ചത് എന്നാണ്. ഇത് ലോകത്തുള്ള ഓറിയന്റലിസ്റ്റ് എഴുതിയത് മാത്രമല്ല. നമ്മളിങ്ങനെ കേരളത്തിലേക്ക് വന്ന് നോക്കുക. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു സർദാർ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ഇസ്ലാമിനെ പറ്റി 2 പുസ്തകം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കി. അതിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂർ അഥവാ മുസ്രിസ് എന്നറിയപ്പെടുന്ന പ്രദേശത്ത് മാലിക്കുദ്ദീൻ റളിയല്ലാഹു അൻഹും സംഘവും കേരളക്കരയിൽ കൊടുങ്ങല്ലൂർ ഇറങ്ങിയപ്പോ അവര് വന്നത് കച്ചവട സംഘമായിട്ടാണ്. ആ കച്ചവട സംഘത്തിന്റെ 2 അനുഭവങ്ങൾ എഴുതുന്നുണ്ട്. അതിലൊന്ന് തൊട്ടപ്പുറത്തുള്ള ഒരു ഹൈന്ദവ സഹോദരന്റെ ഓർമ്മ അത് രേഖപ്പെടുത്തുകയായിരുന്നു. അവിടെ ഈ സംഘം മുസ്ലിം സംഘം വന്നപ്പോ കച്ചവടത്തിലുള്ള ലാഭം കാണുകയാണ്. എന്തുകൊണ്ട് കച്ചവടം കൂടുതലായ ആളുകൾ അങ്ങോട്ട് പോകുന്നു എന്നറിഞ്ഞത് കൂടുതൽ ക്വാളിറ്റിയുള്ള സാധനം ആ കടയിൽ കിട്ടും, ഏറ്റവും കുറഞ്ഞ വിലയിലും ആ കടയിൽ നിന്ന് കിട്ടും. അങ്ങനെ മുസ്ലിങ്ങളായി വന്ന കച്ചവട സംഘത്തിന്റെ അടുത്തേക്ക് ഈ നാട്ടിലുള്ള ആളുകൾ ധാരാളമായി പോകാൻ തുടങ്ങിയപ്പോ തൊട്ടപ്പുറത്തെ കച്ചവടക്കാർക്ക് കച്ചവടവും ഇല്ല. അങ്ങനെ വന്ന അറബികള് വന്ന മുസ്ലിം സംഘം മീറ്റിംഗ് കൂടി, ഇനി എന്ത് ചെയ്യണം? കാരണം ഞങ്ങൾ നാട്ടിൽ ഇവിടത്തേക്ക് വന്ന അതിഥികളാണ്, ആതിഥേയർക്ക് ഞങ്ങൾ വന്നത് പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അവര് രാവിലെ 8 മണി മുതൽ 12 മണി വരെ കച്ചവടം ക്ലോസ് ചെയ്യുകയാണ്. ആ സമയത്ത് തന്നെ തിരക്കുണ്ടെങ്കിൽ പറയും തൊട്ടപ്പുറത്തുള്ള കടയിൽ പോയിട്ട് വാങ്ങിക്കോ. ഇതൊരു ഉദാഹരണം രേഖപ്പെടുത്തിയത് ആ പുസ്തകത്തിൽ. മറ്റൊന്ന്, മഗ്‌രിബ് നിസ്കാരം നിർവഹിച്ചതിന് ശേഷം അവർ താമസിക്കുന്ന തൊട്ടപ്പുറത്തെ അയൽപക്കത്തെ വീടുകളിലൊക്കെ പോകും അത്രേ ഈ മുസ്ലിം സംഘം. എന്തിനാണ് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നറിയാനാണ്. ഭക്ഷണ സാധനം ഇല്ലെങ്കിൽ അതെത്തിക്കും, വസ്ത്രമില്ലെങ്കിൽ അതെത്തിക്കും. ഇതാരാ എഴുതുന്നത്? ഒരു ഹൈന്ദവ സഹോദരൻ എങ്ങനെയാണ് കേരളത്തിൽ ഇസ്ലാം പ്രചരിച്ചത് എന്ന് അതിനെപ്പറ്റിയുള്ള ഒരു റിപ്പോർട്ട് എഴുതിയതാണ്. എന്തിനേറെ ഈ അടുത്ത കാലത്ത് ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രിയുടെ അനുജത്തി ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ കാരണങ്ങളിൽ ഒന്ന് ഇൻ സെർച്ച് ഓഫ് ഹോളി ലാൻഡ് എന്ന പുസ്തകത്തിലൂടെ ആ മഹദി എഴുതുകയുണ്ടായി. വലിയ ചർച്ചയായിരുന്നു ഈ അടുത്ത കാലത്തൊക്കെ. ആ മഹദി എഴുതിയത്, ലെബനാനിലെയും ഗസയിലെയും മുസ്ലിം അവസ്ഥകൾ കാണേണ്ടി വന്ന എനിക്ക് ഒരിക്കലും ഗസയിലെ കൊച്ചു തുരുത്തുകളിലുള്ള വീടുകൾക്ക് സമ്പന്നമായ ഒരു സാഹചര്യമല്ല ഞാൻ കണ്ടത്. വളരെ ദാരിദ്ര്യം പിടിച്ച സാഹചര്യ, ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമായി ഞാൻ കണ്ടത്. പക്ഷെ എന്നിട്ട് പോലും അതിഥികൾക്ക് ആതിഥേയരെന്ന നിലയിൽ അവർ കാണിച്ച പെരുമാറ്റവും മര്യാദയും സംസ്കാരവും കണ്ടപ്പോ എനിക്ക് ഈ മതത്തെ കുറിച്ച് പഠിക്കണമെന്ന് തോന്നി. ഏത് മതമാണ്, എന്താണ് ഇവരെ ഇത്രയും ധാർഢ്യത്തോടെ വിശ്വാസത്തിന്റെ കരുത്തോടെ എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഞങ്ങൾക്ക് അള്ളാഹു ശ്വസിക്കാനുള്ള കരുത്തെങ്കിലും നൽകിയല്ലോ എന്ന് ആശ്വസിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ അവരുടെ കരുത്തിന്റെ പാഠം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോ അത് അവർക്ക് മതം നൽകിയ കരുത്തായിരുന്നു, ഖുർആൻ നൽകിയ ആവേശമായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇസ്ലാം മതം വിശ്വസിച്ചത് എന്ന് ഈ മഹദി എഴുതുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വഭാവവും സംസ്കാരവും ഒക്കെ ഇന്ന് എവിടെ കിടക്കുന്നു? ഇന്ന് പത്രമാധ്യമങ്ങളിൽ ഓരോ കുറ്റകൃത്യത്തിന്റെ വാർത്തകൾ വായിക്കുമ്പോഴും ഈ അടുത്ത കാലത്ത് ഒരു അമുസ്ലിം സഹോദരൻ മുസ്ലിങ്ങളിലുള്ള കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റിന്റെ പേരയച്ചപ്പോ അതിൽ കണ്ടത് ഇന്നലെയും ഇന്നും നടന്ന സംഭവങ്ങളൊന്ന് എടുത്തു നോക്കൂ, ആരാണ് പേരുകൾ അധികവും എന്ന് പറഞ്ഞപ്പോ വളരെ ഞെട്ടിപ്പോയി. കാരണം മുസ്ലിം പേരുകളായിരുന്നു ഭൂരിപക്ഷവും. സംസ്കാരം എന്തെന്നത്, പെരുമാറ്റം എന്നത്, ധാർമ്മികത എന്തെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ട, പ്രവൃത്തിയിൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സമുദായത്തിന് എന്തുകൊണ്ട് പാളിച്ചുകൾ പറ്റുന്നു എന്നത് വളരെ കൃത്യമായി നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഒരു മനുഷ്യന്റെ സ്വഭാവമാണ്
മറ്റെന്തിനേക്കാളും നാളെ പരലോകത്ത് തുലാസിൽ കൃത്യമായി തൂക്കമുണ്ടാകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മമിൻ ഷൈഇൻ അസ്ഖലു ഫിൽ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമ മിൻ ഹുസ്നിൽ ഖുൽഖ്. നല്ല സ്വഭാവത്തെക്കാൾ മികച്ചതായി ഒരു കാര്യവും തുലാസിൽ തൂങ്ങൂല എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നിസ്കരിച്ചു, കുറേ നോമ്പ് നോറ്റു, കുറേ സുന്നത്തനുഷ്ഠിച്ചു, ഒരുപാട് സദഖകൾ ചെയ്തു. പക്ഷെ തുലാസിൽ ഏറ്റവും അധികം തൂങ്ങുന്നത് ഏതാണെന്നറിയോ? നമ്മൾ നേടിയെടുത്ത നമ്മുടെ സ്വഭാവം, നമ്മൾ പകർന്നു കൊടുത്ത, നമ്മൾ കാണിച്ചു കൊടുത്ത, നമ്മൾ പറഞ്ഞു കൊടുത്ത, നമ്മൾ പ്രവൃത്തിയിലൂടെ ഈ ലോകത്തിന്റെ, ഈ സമൂഹത്തിന്റെ, നമ്മുടെ കുടുംബത്തിന്റെ കാണിച്ചു കൊടുത്ത സ്വൽസ്വഭാവത്തിന്റെ മാതൃകയാണ് പരലോകത്ത് നാളെ തുലാസിൽ തൂക്കപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വൽസ്വഭാവം നമ്മുടെ ഇബാദത്തിലൂടെ രൂപപ്പെടുന്നുണ്ടോ? 5 നേരവും നമ്മൾ നിസ്കരിക്കുന്നില്ലേ? അതിലെന്ത് സ്വഭാവമാണ് നമുക്ക് കിട്ടുന്നത്? വിശുദ്ധ ഖുർആൻ പറയുക, അഖിമിസ്സലാ ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിങ്ങൾ നിസ്കരിക്കൂ, നിങ്ങൾ 5 നേരവും നിസ്കരിക്കൂ. എന്താ നിസ്കരിച്ചാലുള്ള നേട്ടം? ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ചീത്തയായ എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും, പെരുമാറ്റങ്ങളിൽ നിന്നും, ധാർമ്മികമായി വ്യതിചരിക്കലിൽ നിന്നും ഒരു മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നത് അത് നിസ്കാരമാണ്. അപ്പൊ നിസ്കരിക്കുമ്പോ നിസ്കാരക്കാർക്ക് നരകം. എന്തിനാ അവർ ചെയ്യുന്നറിയോ? അവരുടെ പ്രദർശനമാണ് ആ നിസ്കാരം. ആളുകൾ കാണാൻ വേണ്ടി ചെയ്ത് മാത്രമല്ല, ആ നിസ്കാരം കൊണ്ട് അവർ നേടേണ്ട നേട്ടം എന്താ? ആളുകൾക്ക്, മനുഷ്യർക്ക്, പടച്ചോനോട് മാത്രമല്ല പടപ്പുകൾക്കും വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അതിൽ നിന്ന് മാറി നിൽക്കുന്നവരാ എന്ന് നിസ്കാരത്തെ പറ്റി പറയുമ്പോ അത് നിസ്കാരത്തെ പറ്റി മാത്രമാണോ പറയുന്നത്? അല്ല. ഇപ്പൊ നോമ്പിനെ പറ്റി പറയുമ്പോ മല്ലം യദഉ ഖൗല സൂരി വൽ അമലു ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി യദഅ തഅമഹു വശറാബഹു. നിങ്ങൾ കള്ളസാക്ഷിയും കള്ളത്തരത്തിനും കൂട്ടുനിന്നിട്ട് നിങ്ങൾ പട്ടിണി കടന്നിട്ടുള്ള നോമ്പ് അള്ളാഹ്ക്ക് ആവശ്യമില്ല എന്ന് പറയുന്നു. ഹജ്ജിനെ പറ്റി പറയുമ്പോൾ ഖുർആൻ പറഞ്ഞു, ഫലാ റഫസ വലാ ഫുസൂ. നിങ്ങൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഒരു കുറ്റകൃത്യത്തിലും നിങ്ങൾ നല്ല സ്വഭാവമുള്ള ആളുകളായിട്ട് മാറണമെന്ന് പറയുന്നു. സക്കാത്തിനെ പറ്റി പറയുമ്പോൾ വലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ. നിങ്ങൾ ദാനധർമ്മം നിർവഹിക്കുമ്പോൾ അത് മന്നാകല്ലേ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി മാറില്ല. നിങ്ങളുടെ സ്വഭാവം കൊണ്ട്, നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട്, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ ആവർത്തിക്കുന്നത് കൊണ്ട് നിങ്ങളെ സക്കാത്തിനെ ഇല്ലാതാക്കല്ലേ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിർവഹിക്കുന്ന ആരാധന കർമ്മങ്ങൾ നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ പെരുമാറ്റത്തെയും മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ അത്തരം ആരാധന വെറും ഒരു എക്സർസൈസ് ആയിട്ട് മാത്രം മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു സ്ത്രീയെ പറ്റി പറയുകയാണ്. ആ സ്ത്രീ നന്നായിട്ട് നിസ്കരിക്കും, എല്ലാ കാര്യങ്ങളും അള്ളാഹു പറഞ്ഞ പോലെ ചെയ്യും. അൽഹംദുലില്ലാ, സന്തോഷമുള്ള കാര്യം അല്ല. ഇല്ല അന്നഹാ തുദി ജിറാനഹാ ബിൽ ലിസാൻ. പക്ഷേ നാവ് കൊണ്ട് നോക്കുമ്പോ ആളുകളെ വല്ലാതെ നാവ് കൊണ്ട് ഉപദ്രവിക്കും. അതെങ്ങനെയാ നാവ് കൊണ്ട് ഉപദ്രവിക്കുക? വല്ലാതെ പറച്ചിൽ പറയുക, വളരെ വിഷമുള്ള നാവാ നമ്മൾ പറയാറില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഫിന്നാർ, അവൾ നരകത്തിലാ സഹോദരി. പക്ഷെ ഒരു സ്ത്രീയെ പറ്റി അവിടെ ചർച്ച ചെയ്യേണ്ടായി. മറ്റൊരു സ്ത്രീയെ പറ്റി വളരെ മിനിമലായിട്ട് ആരാധന കർമ്മങ്ങൾ ചെയ്യുന്നു, ഫുൾ ആരാധനയൊന്നുമില്ല. അള്ളാഹുയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞ അടിസ്ഥാനമൊക്കെ ചെയ്യും. പക്ഷേ മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഒന്നുമില്ല. നല്ല പെരുമാറ്റാണ്, നല്ല സ്വഭാവമാണ്. മൃഗങ്ങളോട് വരെ നല്ല സ്വഭാവമാണെന്നാണ് എടുത്തു പറയുന്നത്. മൃഗങ്ങളോട് വരെ നല്ല രീതിയിൽ കാണിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഹിയ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലാണ്. നേരത്തെ പറഞ്ഞ സഹോദരിയെ പറ്റി നരകത്തിലാണ് എന്ന് പറഞ്ഞുവെങ്കിൽ, ഇപ്പം പറഞ്ഞ സഹോദരിയെ പറ്റി സ്വർഗത്തിലാണെന്ന് പറഞ്ഞെങ്കിൽ, തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നിസ്കാരത്തിനപ്പുറം, നാം നിർവഹിക്കുന്ന ദാനധർമ്മത്തിനപ്പുറം, നാം നിർവഹിക്കുന്ന ഹജ്ജ് കർമ്മങ്ങൾക്കപ്പുറം നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും സൽസ്വഭാവി അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പരലോകത്ത് പരാജയപ്പെടും തന്നെ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ആർജിച്ചെടുക്കേണ്ട സ്വഭാവമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹജ്ജ് കർമ്മത്തിന് പോയ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം പറയുകയുണ്ടായി. മദീനയിൽ വെച്ച് അദ്ദേഹത്തിന്റെ തീർത്ഥാടക വാഹനം അല്പനേരത്തേക്ക് സമയത്തേക്ക് നഷ്ടം വന്നപ്പോ, വരാതിരുന്നപ്പോ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഡ്രസ്സ് മുഷിഞ്ഞുപോയി. എന്ത് വേണമെന്നായി അദ്ദേഹം പകച്ചു നിൽക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് ഒരു സഹാബിയ ഒരു അവിടെയുള്ള മദീനയിലെ ഒരു മനുഷ്യൻ, അറബി മനുഷ്യൻ വന്നിട്ട് ഇദ്ദേഹത്തോട് സലാം പറഞ്ഞിട്ട് ഇദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്തു പറ്റി? വാഹനം വന്നില്ല, കുറെ നേരമായി കാത്തു നിൽക്കുന്നു, എന്റെ ഡ്രസ്സ് ആകെ മുഷിഞ്ഞു പോയി, ഞാൻ എന്ത് വേണം? അദ്ദേഹം നേരെ കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എനിക്കൊന്നും വേണ്ട, എനിക്ക് ഡ്രസ്സിന്റെ കട കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ അറബി സുഹൃത്തിനോട്
അദ്ദേഹം പറഞ്ഞപ്പോ ആ അറബി സുഹൃത്ത് ഡ്രസ്സിന്റെ പൈസ അടക്കം കൊടുത്തിട്ട് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്, ഞങ്ങൾ അൻസാറുകളാണ്. ആരാ അൻസാറുകള്? മദീനയിലെ ഔസും ഖസ്റജും എന്നറിയപ്പെടുന്ന 2 ഗോത്രക്കാർ. നൂറ്റാണ്ടുകളോളം അവർ യുദ്ധമുഖത്തായിരുന്നു പ്രിയപ്പെട്ടവരെ. 120 വർഷത്തോളം ഔസും ഖസ്റജും തമ്മിൽ ഏറ്റുമുട്ടി എന്നാണ് ചരിത്രം പറയുന്നത്. ആ സമൂഹത്തെ അൻസാറുകളാക്കി പരിവർത്തിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ നമ്മളൊക്കെ പറയാറില്ല, എന്റെ സ്വഭാവം അങ്ങനെയാ, എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല, അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി പറയരുത് പ്രിയപ്പെട്ടവരെ. നമ്മൾ പറയരുത്, നമ്മുടെ സ്വഭാവം മാറ്റാൻ പറ്റും. കാരണം എന്താ? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. സാഹചര്യമാണ് നമ്മുടെ വൃത്തികേടിലേക്ക് നയിക്കുന്നത്. ആരും കള്ളനായിട്ട് ജനിക്കുന്നുണ്ടോ? ജനിക്കുമ്പോൾ തന്നെ. ലൈംഗിക കുറ്റവാളിയായിട്ട് ജനിക്കുന്നുണ്ടോ? തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് ആരെങ്കിലും ജനനസ്ഥിതിയിൽ വന്നിട്ടുണ്ടോ? ഇല്ല. സാഹചര്യങ്ങൾ അദ്ദേഹം ആ മനുഷ്യനെ ആ രീതിയിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ സ്വഭാവത്തെ പരിവർത്തിപ്പിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും വരവ് തന്നെ ഇന്നമാ ബുഇസ്തു ലിയുതമ്മിമ മകാരിമൽ അഖ്ലാഖ്, നല്ല സ്വഭാവത്തിന്റെ പൂർത്തീകരണമാണ് എന്റെ നിയോഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ സ്വഭാവം മാറ്റാൻ കഴിയില്ല എന്ന് ആരും പറയരുത്. നമുക്കറിയാം, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസു മആദിനു കമആദിനിൽ ദഹബി വൽ ഫിദ്ദ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഖനി പോലെയാണ് ആളുകൾ എന്ന് പറയും. സാധാരണ നമ്മൾ ഖനിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ആ സാധനം ഇല്ലേ, സ്വർണ്ണമൊക്കെ ഉണ്ടാക്കുന്നേ, അത് സ്വർണത്തിന്റെ ആളുകളോട് ചോദിച്ചാൽ അറിയാം 18 ക്യാരറ്റ് ഉണ്ടാവും, 14 ക്യാരറ്റ് ഉണ്ടാവും, 22 ഉണ്ടാവും, 24 ഉണ്ടാവും. എന്തുകൊണ്ട് അങ്ങനെ വ്യത്യസ്ത ക്യാരറ്റുകളാക്കിയിട്ട് വന്നത്? ഇനി മാത്രമല്ല, 24 ക്യാരറ്റ് തങ്കാക്കിയിട്ട് മാറ്റാനും ഇതിനൊക്കെ പറ്റും എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അന്നാസു മആദിനുൻ, ആളുകൾ എന്ന് പറയുന്നത് ഖനികളെ പോലെയാ, സ്വർണത്തിന്റെ നിധികളെ പോലെയാ, വെള്ളിയുടെ നിധികളെ പോലെയാ. നമ്മുടെ സ്വഭാവം നമുക്ക് സംസ്കരിച്ചെടുത്തിട്ട് നന്നാക്കാൻ പറ്റും. അതിനെന്ത് വേണം? നമ്മുടെ മനസ്സ് നന്നാക്കണം. നമ്മുടെ മനസ്സ് നന്നായാലേ നമ്മുടെ സ്വഭാവം നന്നാവൂ. അല്ലാതെ കച്ചവടത്തിൽ എങ്ങനെ ആളുകളെ ആകർഷിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നല്ല മനുഷ്യനാകാം, വ്യക്തിത്വ വികസന ക്ലാസ് 25,000 രൂപ ഫീസ് നമ്മൾ കൊടുക്കും, 25,000 രൂപ ഫീസ് കിടക്കട്ടെ. പക്ഷെ എന്താ പറയാന്നറിയാം, നല്ല ചിരി അങ്ങ് ചിരിക്കുക. കസ്റ്റമർ വരുമ്പോ അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കുമ്പോൾ നല്ല ചിരിയായിരിക്കണം, നല്ല നോട്ടായിരിക്കണം, അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ നോട്ടായിരിക്കണം. ആ നോട്ടം കൊലയുടെ നോട്ടാണെങ്കിലോ, ആ ചിരി കൊലച്ചിരിയാണെങ്കിലോ അവിടെ എന്താ പ്രശ്നം? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ നന്നായിട്ടില്ല, പക്ഷേ പുറത്ത് നമ്മൾ ചിരിക്കാൻ പഠിച്ചു. ആ ചിരി അയാൾ പോയപാട് നമ്മൾ പറയും, അവനെ ഞാനൊന്ന് ചിരിപ്പിച്ചതാ, അവനെ ഒന്ന് നോക്കിയതാ, തഴുകിയിട്ട് നോക്കിയതാ, പക്ഷെ എന്റെ നോട്ടം അതിന് വേണ്ടിയിട്ടല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആന്തരികമായിട്ടുള്ള ഹൃദയം നന്നാകുന്നുണ്ടോ? ആ സ്വഭാവം കൃത്യമായി പറയാൻ കഴിയുന്നുണ്ടോ? പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, നിനക്കൊരു സഹോദരനോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് നീ പോയിട്ട് പറയണം, എനിക്ക് നിന്നെ ഇഷ്ടാ. അപ്പം ബാപ്പിയും ഉമ്മയും മക്കളും തമ്മിലുള്ള ഇഷ്ടം അകലുന്ന ഒരു സാഹചര്യം, തന്റെ മകന്റെ ഫോട്ടോ എടുത്ത് ചുംബനം കൊടുക്കുന്ന ബാപ്പയുടെ വേവലാതി ഒരു സഹോദരനോട് പറഞ്ഞപ്പോ ആ സഹോദരൻ ആ മകനോട് പറഞ്ഞു, നിന്റെ ഉപ്പ നിന്റെ ഫോട്ടോ എടുത്തിട്ട് എപ്പോഴും ചുംബനം കൊടുക്കലുണ്ട്. ആ മകൻ ഒരു ചിരി ചിരിക്കുക, എന്റെ ഉപ്പ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ, ഞാൻ മരിച്ചിട്ടൊന്നുമില്ലല്ലേ, ഞാൻ ജീവനിരിപ്പില്ലേ. ഇതല്ലേ അവസ്ഥ? നമുക്ക് സംസാരിക്കാൻ സമയമില്ല, മക്കളെ വഴക്ക് പറയാനേ സമയമുള്ളൂ. മക്കളെ ഒന്ന് എത്ര വലുതായാലും എന്റെ മോനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നമുക്ക് സമയമുണ്ടോ? മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു പെണ്ണ്, ഒരു സഹോദരി പിന്നീട് വിവാഹം കഴിഞ്ഞപ്പോ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടതാ. ഇടയിൽ സങ്കടം കൊണ്ട് ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല എനിക്ക് നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹമുണ്ട് എന്നൊരു വാക്ക് പറഞ്ഞുകൂടെ, നിന്നോട് സ്നേഹമുണ്ട് എന്നൊരു വാക്ക് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പോ ഭർത്താവ് പറയുക, അതിന് നീ മരിച്ചിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ ഏറെ അകലെ കിടക്കുന്ന മകൻ, ഈ അമ്മ ഹോസ്പിറ്റലിൽ സമയത്ത് ആ മകൻ വരുമ്പോ ഈ അമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ വന്നത് ഇപ്പോ? അപ്പൊ ഈ മകൻ പറയുക, ഇത്രയും നിർവികാരനായ എന്റെ അമ്മയെ കുറിച്ച് എന്റെ ഓർമ്മകൾ ഇങ്ങനെയൊക്കെയാ, അച്ഛൻ പറഞ്ഞ വാക്കാ, നിന്നെ സ്നേഹിച്ചു എന്ന് പറയാൻ നീ മരിച്ചിട്ടൊന്നുമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന സമയത്ത് ചേർത്ത് പിടിക്കാൻ, ഒന്ന് സങ്കടം വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ ഒക്കെ നമ്മുടെ മക്കളെ, നമ്മുടെ ഉറ്റവരെ, നമ്മുടെ ഉടയവരെ, നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ സ്നേഹിതരെ ചേർത്ത് പിടിച്ചിട്ടൊന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ സ്വഭാവമുള്ളവരാ. ഇല്ലെങ്കിൽ നമ്മുടെ നിസ്കാരം കൊണ്ടും, നമ്മുടെ നോമ്പ് കൊണ്ടും, നമ്മുടെ സക്കാത്ത് കൊണ്ടും, നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടും പരലോകത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. തുലാസിൽ തൂക്കം വേണമെങ്കിൽ സ്വഭാവം വേണം. അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ.